ഇത് മീനിട്ട് വെച്ചാ എടി ഇങ്ങനത്തെ മീനുണ്ടാവും ഇവിടെ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോ ഒരു സാധനത്തിൽ കണ്ടിട്ടുണ്ടാ ഇരിക്കണോക്കെ കണ്ട 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 അതിന്റെ എണ്ണ കണ്ട. അപ്പോൾ ഈസിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇതിപ്പോൾ വെളുപ്പിന് 6 മണിയാണ് കേട്ടോ. ഞാൻ 5:30 എണീറ്റ് രാവിലെ 11 മണിക്ക് എണീക്കണേ. ഞാൻ ഇന്ന് 5:30 എണീറ്റ് നമ്മുടെ ആലപ്പുഴയായിട്ടുള്ള ലൊക്കേഷനിലായിട്ട് പോകാൻ കൂടെയാണ്. അപ്പോൾ ഇപ്പം ചെന്നാൽ അവിടെ വെയിൽ വന്നു മുമ്പ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വീട്ടിൽ നിന്ന് പോകണ മുമ്പ് ഒരു ചെറിയ ഇൻട്രോ എടുത്തിട്ട് പോകാമെന്ന് വെച്ച് പോയിട്ട് കേട്ടോ. പള്ളിത്തോട് ഷാപ്പിൻ്റെ അടുത്തെത്തി നമ്മൾ ആ വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കണം. അടിപൊളി വ്യൂ ആണ് ഇവിടുത്തെ. 6 മണിക്ക് ഇറങ്ങിയിട്ട് ഏകദേശം 8 മണിയായപ്പോഴാണ് ഞാൻ അവിടെ എത്തിയത്. ഫോർട്ട് കൊച്ചിയിൽ നിന്നും കോട്ടയം വരെ ആ ലൊക്കേഷൻ നോക്കിയപ്പോഴത്തേക്കും ഗൂഗിൾ കാണിച്ചത് 1 മണിക്കൂർ 40 മിനിറ്റ് ആണെങ്കിലും ഞാൻ എടുത്തപ്പോഴത്തേക്കും 2 മണിക്കൂർ അടുത്തെത്തി. അപ്പോൾ ഒരുപാട് ടയേർഡായിട്ടാണ് അവിടെ എത്തിയത്. ലേറ്റും ആയിരുന്നു. അപ്പോൾ വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പാമ്പൽപ്പൂ വാടിപ്പോകുന്ന കാരണം നേരെ ലൊക്കേഷനിലായിട്ട് വിട്ടു. അവിടെ നിന്ന് ഏകദേശം 20 മിനിറ്റ് അടുത്തോളം നമുക്ക് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വീഡിയോസ് കാണാം. അപ്പോൾ ഗായ്സ് ഇപ്പോഴാണ് കുറച്ച് തണല് വന്നു കേട്ടോ. ഈ വാഴ ഉള്ളത് ഇപ്പോഴാണ് വാഴക്കൊരു ഗുണം വന്നത്. വാഴക്കൊരു ഗുണം ഗായ്സ് നമ്മുടെയൊക്കെ വീഡിയോ ഇവിടെ ആയിരുന്നെങ്കിൽ ഇത് ഇവിടെ വന്നിട്ട് ചൂണ്ടയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. വൈകുന്നേരം നല്ല മൂടായിരിക്കും വെയിലില്ലാണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ തന്നെ വന്നാൽ കുറച്ച് ലേറ്റായി പോയി. നമ്മുടെ വണ്ടി ചെറിയൊരു പണി വന്നു. ആ കാണാണ്ട ഇപ്പോൾ ഇവരുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ദൂരം ഉണ്ടോടി ഒരു 4 കിലോമീറ്റർ. എത്ര 20 മിനിറ്റ് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട്. അത്യാവശ്യം ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇപ്പോൾ അവിടെ വെള്ളം ഉണ്ടാടി. നടന്നപ്പോൾ അത വന്നട്ടാ. അവിടെ ചെന്ന് എന്താ അവസ്ഥ നോക്കട്ടെ. വെയിലുണ്ട്. വെയിലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേ കിടക്കണം. ഓരോരുത്തർ പറിച്ചു പോയിട്ട് കൊണ്ടുപോയ സാധനങ്ങൾ കണ്ടോ. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കണത് ഞാൻ യൂട്യൂബിൽ നിന്ന് കിട്ടിയ എൻ്റെ ഫസ്റ്റ് റവന്യൂ എന്ന് വാങ്ങിച്ചൊരു ഫോണാണ്. അപ്പോൾ ഫോണിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ കാരണം നമുക്ക് വ്ളോഗിങ്ങിന് പറ്റിയ അടിപൊളി ഫോണാണ്. ഒരേ ടൈമിൽ തന്നെ ഇതുണ്ട്. എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമും ഒറ്റ ടൈമിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റെബിലൈസേഷൻ ഒരു രക്ഷയില്ലാത്ത സ്റ്റെബിലൈസേഷൻ എന്താണ് അൾട്രാ സ്റ്റേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്യാമറയും പെർഫോമൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ താഴത്തുനിന്ന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ ഈ ഫോൺ വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ 2 ഫോണിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തിട്ടുണ്ടാവും. നിങ്ങൾ വേണമെങ്കിൽ അതിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.
ലോകമാണ് ഇതൊക്കെ. ஒரு வாசமில்ல கிளையின் மேல் நறுவாசமுள்ள பூவைப்பார், பூவாசம் அதிசயமே. அலைக்கடல் தந்து மேகத்தில் ஒரு துளி கூட உப்பில்லை, மழை നീരും അതിശയമേ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആമ്പലിൻ്റെ നല്ല വിഷ്വൽസ് ഒന്നും കിട്ടാത്ത കാരണം കുറച്ച് സ്ലോമോ വീഡിയോ ഇട്ട് പാട്ടൊക്കെ ഇട്ട് കൊളമൊക്കെ ഇട്ടുണ്ട്. ഇതിനെ വ്ളോഗ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല ഗൈസ്, എന്നാലും എന്നെ കൊണ്ടാകുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ ഈ വീഡിയോയിൽ പുതിയ 2 അതിഥികൾ കൂടി അത് വന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് കണ്ടുപോകുക. അൺഇൻവൈറ്റഡ് ഗസ്റ്റാണ്. അപ്പോൾ ഇത് ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് ആരാണ് അവരെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ സ്ലോമോ വീഡിയോ കണ്ടു. ഇതുപോലത്തെ ഫോണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഇതാണ്, നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഈ സാധനം ലൊക്കേഷൻ കാണിച്ചും തരാൻ പറ്റും, അതേ സമയത്ത് നമുക്ക് വ്ളോഗും ചെയ്യാം. അപ്പോൾ ഈ ഫോൺ ഇഷ്ടപ്പെട്ടവർ വാങ്ങിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് കയറി അല്ലെങ്കിൽ കയറി വാങ്ങിച്ചോക്കോ. പറ ദൈവം എന്തെങ്കിലും പറ. ദൈവമൊക്കെ ഇവിടുത്തെ ദൈവം ഇല്ലായിരുന്നെങ്കിൽ ഈ അമ്പലം നമുക്ക് ഇന്ന് കിട്ടൂലായിരുന്നു. ഇവിടെ ഒന്നും ഇറങ്ങിയും കൂടി ഇല്ല, ഇവിടെ കാല് വയ്ക്കുക നനഞ്ഞിട്ട് കൂടി ഇല്ല. ഇവിടെ കാല് വയ്ക്കുക, എൻ്റെ കാല് വയ്ക്കുക, നീ കാണാൻ പറ്റും. ഭയങ്കര ചെളിയൊന്നുമില്ല, അതിപ്പോ പെരട്ടിയില്ല കഴിച്ച്. ഇവിടെ പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല, ഇവിടെ മറ്റേ മേക്കപ്പ് ഗേളാണ്. ഇപ്പൊ ലോക്ക്ഡൌണിൽ വീട്ടിന്റെ പുറത്തിറങ്ങാണ്ട് ഇത്രയും ദിവസം ഇരുന്നിട്ട് ഇപ്പൊ വെയിലുകൊണ്ട് കളറൊക്കെ പോയി നമ്മൾ വിഷമിച്ചിരിക്കണേ. അത് കാണിച്ച കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ തെങ്കാശിപ്പട്ടത്തിൽ ഈ ആ പേരില്ലേ, നമ്മുടെ ദേവോ എന്ന് പറയും, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലിട്ടാണ് ഇവിടെ നടന്നു പോകുമ്പോ എന്ത് പറഞ്ഞാലും ചിരിക്കുടുക്കാന്ന് ഇവിടെ ഇവിടെ അവിടെ ആൾക്കാർ വിളിക്കണത്. ആ വെയിലത്തിരുന്ന് ടയേർഡായി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ചേച്ചി അവിടെ നല്ല സർവത്ത് കാച്ചാണ്. ഒന്നും നോക്കിയില്ല, 3 അങ്ങോട്ട് പറഞ്ഞു. ഓ ഇതങ്ങോട്ട് 2 സിപ്പ് അടിച്ചപ്പോൾ കിട്ടിയൊരു ഫീലില്ലേ, ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ ഫീൽ എന്താണെന്ന്. ഇതൊക്കെ കുടിച്ചായിട്ട് ഒന്നും നോക്കിയില്ല, നേരെ വീട് പിടിച്ച് വീടെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അക്ഷരയുടെ അമ്മ അവിടെ നല്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെള്ളയപ്പവും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും നല്ല കുശാലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി നേരെ ഫുഡ് അടിക്കാം. വീട്ടിലെത്തിയിട്ടുണ്ട്, നമുക്കത് ചിക്കൻ ലെഗ് പീസ്. രാവിലത്തെ ഫുഡ് കഴിക്കാൻ ലേറ്റായി, കഴിക്കട്ടെ കേട്ടോ. കഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ഔട്ടർ കൊടുക്കാം. നമ്മളിപ്പോൾ അതേ അമ്പലം വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോകണേ. അപ്പോൾ ഈ ഫോട്ടോസ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഇതുണ്ട്, ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ. എടി ഇതിന് ഇത് 6 ഇവർ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ തന്നെ ഇതുണ്ട്, വൈകുന്നേരം ഇവിടെയൊക്കെ വന്നിരുന്നല്ലേ, കിടിലൻ സ്പോട്ടാണ്. ഷൂട്ട് ചെയ്യുക, ഫിഷിങ് ചെയ്യുക, കണ്ട മരത്തിൻ്റെ അടിയിൽ. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇൻസ്റ്റഗ്രാമിൽ കയറി ഫോളോ ചെയ്യുക, ഫോട്ടോസൊക്കെ ഒന്ന് കയറി കാണുക.
ഇത് മീനിട്ട് വെച്ചിട്ടുണ്ടോ? എടി ഇങ്ങനത്തെ മീനുണ്ടാവും. ഇവിടെ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ ഒരു സാധനത്തിൽ കണ്ടിട്ടുണ്ടാ ഇരിക്കണോക്കെ. കഴിഞ്ഞ വ്ളോഗിലുണ്ടായിരുന്ന ഒരു പാമ്പ്, ഈ വ്ളോഗിലുണ്ടായിരുന്ന ഒരു പാമ്പ്. ഇത് കണ്ടാ ഈ കൂടിൻ്റെ ഉള്ളിൽ കിടക്കണേ, കാണാൻ പറ്റണ്ട. ഓ മൈ ഗോഡ്. മീനെ പിടിക്കാൻ വേണ്ടി അവർ കെട്ട് വെച്ചാണ്, അതിൻ്റെ ഉള്ളിലാണ് ഈ പാമ്പ് ഇരിക്കണം. ഇനിയിപ്പോൾ നമ്മുടെ ഫോട്ടോഷൂട്ടൊന്നും നടക്കുമെന്നുള്ള ഇൻസ്റ്റാഗ്രാമിൽ ആരും ഫോളോ ചെയ്തിട്ട് കാര്യമില്ല. ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നുള്ള ഞങ്ങൾ ഓടി അവിടെ നിന്ന്. എൻ്റെ ഒന്നാമത്തെ പാമ്പ്. ദേ ഗയ്സ് അതിൻ്റെ എണ്ണ കണ്ട 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 അതിൻ്റെ എണ്ണ കണ്ട. തേടാ തേടാ എൻ്റെ ഫ്രണ്ടിനെ എണ്ണീച്ച് 2 പേര്. ഇതിപ്പോൾ നാഷണൽ ജോഗ്രഫി എല്ലാം ഉണ്ടായിരുന്നു. ഗൈസ് നമ്മുടെ ലേസി കിട്ടിൻ്റെ ചാനലിന് ആശുദ്ധ കൂട്ടുകാരനെ തിരികെ വന്നാൽ രക്ഷിക്കാൻ വന്നതാണ്. ആള് പോയിട്ടേ ഭക്ഷണത്തിന് വേണ്ടി പോയിട്ട് ആളെ കാണാനില്ല. ഞങ്ങളെ കണ്ടായിരുന്നു അവൻ പോയി. എടോ രക്ഷിച്ചോ, ഞങ്ങൾ പോണേണ്. പാവോടെ ഇവിടെ ചക്കായിട്ടിരിക്കണേ. അപ്പം നമുക്ക് പോവാം. എസ്കേപ്പ് ശേഷം മാറിയിട്ടാ അടുത്തത് വേറെ കടവിലോട്ട് പോണേ. മതി മതി മതി, BGM മാറ്റാം. ഇനി ടെറർ BGM ഒന്നുമില്ല. നമ്മ ബാക്ക് ടു സ്ലോ മോഷനിലോട്ട് പോകുമ്പോഴാണ് കുറച്ച് സ്ലോ കൂടി കണ്ട് വെറുപ്പിക്കാം. നിന്നെതിരേൽക്കുമല്ലോ പൗർണമി പെൺകുടി, പാടി വരവേൽക്കുമല്ലോ പാതിരാ പുള്ളുകൾ. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞു, വീഡിയോ ഷൂട്ടും കഴിഞ്ഞു. നേരെ അച്ഛനും അമ്മനെയും കണ്ട് അമ്മമ്മയും കണ്ട് യാത്ര പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വന്ന വഴിക്കാണ് ഞാനൊരു കാര്യം ഓർത്തത്. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് ആ കാര്യം ഓർത്തത്. അപ്പോൾ നിങ്ങളൊന്ന് കേട്ടോക്കെ എന്താ സംഭവം. വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ ലൊക്കേഷൻ പറഞ്ഞത് ആലപ്പുഴ എന്നാണ്. ആലപ്പുഴയല്ല, രാവിലെ പോയപ്പോഴാണ് ഞാൻ ആലപ്പുഴ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. കോട്ടയമാണ് ഇതിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ ഞാൻ ആ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാത്ത വേറെ ഒന്നുമല്ല. ഇനിയിപ്പോൾ അവിടെ അങ്ങോട്ട് പോയിട്ട് ആരും കാര്യമില്ല. കാരണം പെസ്റ്റിസൈഡൊക്കെ അടിച്ചിട്ട് അവർ അതെല്ലാം റിമൂവ് ചെയ്താണ് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാത്ത. പിന്നെ കൊറോണയൊക്കെ കാരണം അവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ടിൻ്റെ വീടായത് കാരണം നമ്മൾ വീട്ടിലായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത കാരണം ജസ്റ്റ് നടന്നു പോയിട്ട് കണ്ടിട്ട് വന്നു. അതുകൊണ്ടാണ് ഡിസ്ക്രിപ്ഷൻ ലൊക്കേഷൻ ഇടാത്തത്. അപ്പോൾ അടുത്ത വർഷമൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊറോണയൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി പോകണമെന്നുണ്ട്. ഇത് വെളുപ്പിനെ പോകണം. ഞാൻ നമുക്ക് കുറച്ച് ലേറ്റ് ആയത് കാരണം നല്ല വെയിലായിരുന്നു. ഞാൻ അപ്പോൾ ആകെ ടയർഡായിപ്പോയി ശരിക്കും. അപ്പോൾ നമ്മ ഇനി പോകുമ്പോൾ രാവിലെ പോവാം. അടുത്ത വർഷം ഇതുപോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി പോവാം. അപ്പോൾ ഞാൻ ഔട്ടർ എടുക്കാൻ മറന്നുപോയി. അവിടം വരെ ഒന്ന് പോയിട്ട് ഔട്ടർ എടുത്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇത് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു നല്ലൊരു വീഡിയോയുടെ അവസാനിപ്പിക്കണമെയാണ്. ഇതേപോലെ ട്രാവൽ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഇതേപോലത്തെ ഒരു സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കണതാണ്. അടുത്തൊരു നല്ല കണ്ടൻറ്റുമായിട്ട് വീണ്ടും ഒരു വീഡിയോ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ. മോഹം ഉടലാർന്നവളെ